ഇതിന് തീരുമാനമുണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഈ രാജ്യത്തിന് വിമോചന സമരം കൂടെ വേണ്ടിവരുമോ? ഈ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കാൻ, ഈ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സർക്കാരിൽ നിന്ന് രക്ഷിക്കാൻ, കൊള്ളക്കാരായ ഒരു ഭരണകൂടത്തിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കാൻ ഇവിടെ അവസാനിപ്പിക്കും. വിമോചന സമരത്തിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം, പോലീസ് വെടിവെപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം, വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, എന്ന് പറഞ്ഞത് BJP ആണ്, എന്ന് പറഞ്ഞത് UDF ആണ്, എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ്. ഒന്നുമില്ല കയ്യിൽ പറയാൻ ജനങ്ങളോട് എന്തെങ്കിലും ചെയ്തെന്ന് പറയാൻ ഇല്ലാത്തത് കൊണ്ട് വിഴിഞ്ഞത്ത് ക്രെയിൻ വന്നിരിക്കുന്നു. ക്രെയിനിന് സ്വീകരണം കൊടുക്കാൻ 1.5 കോടി രൂപ അണ്ട് വലിയ പന്തലക്കിട്ടി പുള്ളി വീശുവാണ് ക്രെയിനിന് പച്ചക്കൊടി. ഞാൻ എന്റെ ഗതികേടിന് തൊട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. പോകാതിരിക്കാൻ പറ്റുമോ? വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാമല്ലോ, ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. ഈ ക്രെഡിറ്റിന്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. പതിറ്റാണ്ടുകൾ നീണ്ട എതിർപ്പുകളെയും വെല്ലുവിളികളെയും മറികടന്നാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം തടസ്സപ്പെടുത്തും വിധമുള്ള രാഷ്ട്രീയ എതിർപ്പുകളെ അതിജീവിച്ചാണ് 2016 മുതലുള്ള 1ഉം 2ഉം പിണറായി സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖം പൂർത്തിയാക്കുന്നത്. കല്ലിട്ടാൽ മാത്രം തുറമുഖമാവില്ല, കല്ലിട്ടവർ തന്നെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കലാപസമാനമായ സാഹചര്യം സൃഷ്ടിച്ച് 2ാം വിമോചന സമരം തീവ്രവികാരമായി കൊണ്ടുനടന്ന പ്രതിപക്ഷത്തിൻ്റെ നാടാണ് കേരളം. ആദ്യ ചരക്ക് കപ്പലിനെ വരവേറ്റപ്പോൾ സർക്കാരിനെ അഭിനന്ദിച്ച അതേ നാവുകൊണ്ട് 3ാം പക്കം സർക്കാരിനെയും വിഴിഞ്ഞത്തെയും പരിഹസിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ നാടുകൂടിയാണ് കേരളം. പതിവ് പോലെ ഇത്തരം നീക്കങ്ങളെ പ്രോത്സാഹിപ്പിച്ച് പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെപ്പിക്കാൻ പരിശ്രമിച്ച മാധ്യമങ്ങളും ഈ നാട്ടിലുണ്ട്. ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വഴങ്ങിയിരുന്നെങ്കിൽ വിഴിഞ്ഞം തുറമുഖം എന്താകുമായിരുന്നു? പ്രകൃതി ദുരന്തങ്ങളും സമൂഹത്തിന് മുന്നിൽ ദുരന്തങ്ങളായ ചില നേതാക്കളും നിക്ഷിപ്ത താല്പര്യക്കാരും പഠിച്ച പണി 18ഉം പയറ്റിയിട്ടും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചെലവായില്ല. ഒരാശങ്കയും വേണ്ട, വിഴിഞ്ഞം സമയത്ത് പൂർത്തീകരിച്ചിരിക്കുമെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വിഴിഞ്ഞത്തിൻ്റെ കപ്പിത്താനായി നിൽക്കുന്നു. വിജയവഴിയിൽ വിഴിഞ്ഞം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എസ് സമ്പത്ത്, മുൻ MP CPIM, RV രാജേഷ്, കോൺഗ്രസ്, ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ. ഈ ചർച്ചയിലേക്ക് 3 പേരെയും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് വക്താവ് ശ്രീ RV രാജേഷാണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. രാജേഷ്, അല്പം മുമ്പ് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. നാളെയാണ് വിഴിഞ്ഞം കമ്മീഷനിങ് നടക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച്, ഭാവി കേരളത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. നാളത്തെ ഈ കമ്മീഷനിങ് അതോടുകൂടി ഇതൊരു വാണിജ്യ തുറമുഖമായി മാറുന്ന സാഹചര്യം വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് കേരളം എന്ന ഈ നാടിന് തന്നെയല്ലേ? ആണല്ലോ, കേരളം എന്ന നാടിന് തന്നെയാണ്. പിന്നെ ഇതിന് പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, ജ്ഞാതരും അജ്ഞാതരുമായിട്ടുള്ള ആളുകൾ, ഭരണാധികാരികളാകട്ടെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച തൊഴിലാളികളാകട്ടെ, ആ കരാർ ഏറ്റെടുത്ത കമ്പനിയാകട്ടെ, അവർക്കെല്ലാവർക്കും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ പ്രധാനമായി ഈ കാര്യത്തിൽ ആലോചിക്കേണ്ടത്, വിഴിഞ്ഞം എന്നുള്ള ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. അത് ഇന്ത്യക്ക് തന്നെ വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു 5000-ഓളം പേർക്ക് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ എത്ര വർഷക്കാലമാണ് ഇത്രയും നമ്മുടെ ഒരു അനന്തമായൊരു സാധ്യതകൾ, ആ സാധ്യതകൾ നമ്മൾ മുരടിപ്പിച്ച് നിർത്തിയിരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു രാജഭരണ കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖത്തിൻ്റെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അതിനുള്ള രേഖകളുണ്ട്. അന്ന് തന്നെ ഇവിടെ തുറമുഖം വേണമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പോലും ചർച്ചയും ചിന്തകളും നടന്നിരുന്ന, പക്ഷേ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ വർഷക്കാലം വിഴിഞ്ഞം എന്നുള്ളൊരു സാധ്യതയെ നമ്മൾ മുന്നിൽ കണ്ടില്ല, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയില്ല. ടിൽ കെ കരുണാകരൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ശ്രീ കെ കരുണാകരൻ്റെ ഗവൺമെൻറ് അന്ന് ശ്രീ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വിഴിഞ്ഞത്തെക്കുറിച്ച്, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ ചർച്ച നടക്കുകയും അന്ന് ഇതിനകത്ത് ടെൻഡർ നടപടിക്രമങ്ങൾ വരെ പൂർത്തിയാക്കി ഒരു ടെൻഡർ വിളിക്കുകയും അതിലൊരു ചൈനീസ് കമ്പനിയാണ്, ഒരു കമ്പനി മാത്രം ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ടും അത് ചൈനീസ് കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് അന്ന് നടക്കാതെ പോയത്. അതിനുശേഷം ശ്രീ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വന്നു. ആ കാലഘട്ടത്തിലും ഇതിന് മറ്റു നടപടികളിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ ഒരു തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതലാണ് വിഴിഞ്ഞത്തിന് യഥാർത്ഥത്തിൽ ഒരു
സാധ്യതകൾക്ക് അല്ലെങ്കിൽ ആ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകും എന്നുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു ചിന്ത ആ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് വന്നത്. അതിനുവേണ്ടി ശ്രമിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ, രാഷ്ട്രീയ നേതാവിനെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ പുതിയ തുടക്കം കുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. അന്ന് നമുക്കറിയാം ഒരു ഗവൺമെൻറ് ഒരു ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. 90% സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ജയറാം രമേശിനെ നേരിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും അതിൻ്റെ ഫലമായി അതിനുശേഷം പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ടെൻഡർ നടപടിക്രമത്തിലേക്ക് പോയത്. ആ ടെൻഡർ വിളിച്ചപ്പോൾ അന്നും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ 3-4 കമ്പനികൾ ടെൻഡർ വാങ്ങി, 10 ലക്ഷം രൂപ കൊടുത്ത് ടെൻഡർ വാങ്ങി. പക്ഷേ ഒരു കമ്പനി പോലും ടെൻഡറിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അതോടുകൂടി നമ്മുടെ എല്ലാ സാധ്യതകളും മങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആ സാധ്യതകളെ അല്ലെങ്കിൽ ഇല്ലാതായ സാധ്യതകളെ, ആ വാതായനങ്ങളെ വീണ്ടും തുറക്കുകയും അതിൻ്റെ ഫലമായി ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ കരാറിലെത്തിക്കുകയും ചെയ്യുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു തുറമുഖം നടക്കും എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചതിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ചെറുതല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അന്ന് ഈ തുറമുഖം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അടുത്ത വഴി ആലോചിക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ഇന്ന് ശ്രീ പ്രൊഫസർ KV തോമസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നേരിട്ട് തന്നെ അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികളുമായി ചർച്ച നടത്താൻ വേണ്ടി അതിന് ഉള്ള ബന്ധങ്ങൾ, സാധ്യതകൾ, ശ്രീ KV തോമസ് അടക്കമുള്ളവരുടെ അവരുമായുള്ള ബന്ധങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അതോടൊപ്പം തന്നെ അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അദാനി ഗ്രൂപ്പിൻ്റെ മായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, സത്യമാണ്, ഇന്നുമുണ്ട്. അപ്പോൾ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള എതിർപ്പ്, ശ്രീമതി സോണിയാഗാന്ധിക്കുള്ള എതിർപ്പ്, രാഹുൽ ഗാന്ധിക്കുള്ള എതിർപ്പ്, ആ എതിർപ്പ് മറികടക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ട് തന്നെ അവരെ കാണുകയും ഒരു വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരോട് നേരിട്ട് ചർച്ച നടത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തുകയും അവരെ നേരിൽ കൊണ്ടുവരികയും ഈ കരാർ ഏറ്റെടുക്കുമെന്ന നടപടിക്രമങ്ങളിലേക്ക് പോവുകയും എല്ലാം ചെയ്തു. അന്ന് നമുക്ക് ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഈ ക്രെഡിറ്റ് അവകാശപ്പെടുമ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് അന്നത്തെ ദേശാഭിമാനിയിലെ വാർത്ത കൂടി ശരത്തൊന്ന് പരിശോധിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 5000 കോടി രൂപയുടെ അഴിമതി. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിന്നും സഭാരേഖകളിലുണ്ട്. എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ചാലും അതല്ലെങ്കിൽ ഏതൊക്കെ ആക്ഷേപം കേൾക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകും, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, അതിൻ്റെ പേരിൽ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവിടെയാണ് നമുക്ക് ആ നിശ്ചയദാർഢ്യത്തെ കാണാൻ കഴിയുന്നത്. റൈറ്റ്. ഞാൻ RV രാജേഷിലേക്ക് വരാം. പക്ഷേ രസകരമായ ഒരു കാര്യം, ഞാൻ രാജേഷിന് അടുത്ത റൗണ്ടിൽ വരുമ്പോൾ സ്വാഭാവികമായി ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ചരിത്രം എഴുതാൻ RV രാജേഷിനെ ഏൽപ്പിച്ചാൽ രാജേഷ് അത് 2016 കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ കല്ലിട്ടിടത്ത് നിന്ന് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് 16 മുതൽ നേരിട്ടിട്ടുള്ള നിരവധിയായ വെല്ലുവിളികൾ, രാഷ്ട്രീയമായ നിങ്ങൾ തന്നെ സൃഷ്ടിച്ച എതിർപ്പുകൾ, നിങ്ങളുടെ തന്നെ മനസ്സിലിരിപ്പും നിങ്ങളുടെ രാഷ്ട്രീയ ആഗ്രഹവും ഒക്കെ പകലുപോലെ വെളിപ്പെട്ട ആ 16 ശേഷമുള്ള കാലം കൂടിയുണ്ട്. അത് പുറകെ വരുമ്പോൾ രാജേഷ് അതിനോട് സ്വാഭാവികമായും സംസാരിക്കും എന്നറിയാം. ഞാനിത് പറയുമ്പോൾ സാന്ദർഭികമായി പറയുന്നൊരു കാര്യം, ഇപ്പോൾ ആ കരാർ ഒപ്പിടുന്ന കാലത്ത് കരാറിലെ വ്യവസ്ഥകളോട് കേരളത്തിനകത്ത് ശക്തമായ വിയോജിപ്പ് രൂപപ്പെട്ടിരുന്നു. അതിൽ വലിയ ഡിബേറ്റുകൾ നടന്നിരുന്നു. പിന്നീട് CNAG റിപ്പോർട്ടിൽ തന്നെ ആ കരാറുമായി ബന്ധപ്പെട്ട അതിലെ പോരായ്മകൾ വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തു. രാജേഷ് വരാം പ്ലീസ്. അപ്പോൾ ഇപ്പോൾ 10 കൊല്ലം അവർക്ക് അധികമായി നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ, അതിലൂടെ അധികമായി അവരിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ CNAG റിപ്പോർട്ടിൽ തന്നെ വന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു. പക്ഷേ ആ കരാർ, അതിലും വലിയ എതിർപ്പുകളെ നേരിട്ട് നിന്ന ആ പദ്ധതി നടപ്പാകണം എന്ന ഒരു ഇച്ഛയിൽ നിന്നാണ് അതിനു മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ തുടർച്ചയാണ് ആ കരാറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. വ്യവസ്ഥകളോട് വിയോജിപ്പുള്ളപ്പോഴും എത്രമാത്രം പ്രായോഗികമായി നമ്മൾക്കത് നടപ്പാക്കിയെടുക്കാം എന്നതിൽ നിന്നുകൊണ്ട് 16 മുതൽ അതിൻ്റെ പ്രയാണം മറ്റൊരു ഘട്ടത്തിൽ മുന്നോട്ട് പോയി. രാജേഷ് പറയാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും ഭാഗം സാന്ദർഭികമായി സൂചിപ്പിച്ചത്. ഇവിടെ ഡോക്ടർ സമ്പത്ത്, ഈ നിലയിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിൻ്റെ താല്പര്യത്തിൻ്റെ അദമ്യമായ ആഗ്രഹത്തിൻ്റെ 16 വരെയുള്ള കാലത്തെ താല്പര്യത്തെക്കുറിച്ചാണ് രാജേഷ് ഇപ്പോൾ സംസാരിച്ചത്. 16 ശേഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഈ നേതാക്കളൊക്കെ പറഞ്ഞതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരു 2ാം വിമോചന സമരം പോലും നടത്തേണ്ടി വരും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ, പദ്ധതി നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് സർക്കാരിന് മുമ്പിൽ നിന്നതും ഇതേ കോൺഗ്രസ് ആണ്.
എന്നാൽ അതിൻ്റെ ആദ്യ ചരക്ക് കപ്പൽ വന്നപ്പോൾ അന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വേദിയിൽ പങ്കാളിയായിരുന്നയാളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് 2 ദിവസം കഴിഞ്ഞപ്പോൾ വളരെ വളരെ മോശമായി, വളരെ അധികം പരിഹസിച്ച ആ പദ്ധതിയെ പോലും പരിഹസിക്കും വിധം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ കമ്മീഷനിങ് വരുമ്പോൾ അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്, അതിന് ഏത് ന്യായം പറഞ്ഞാലും അത് കേരളത്തിൻ്റെ വികസനത്തിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ താല്പര്യമില്ലായ്മയുടെ വലിയ ഉദാഹരണമായി, പ്രകടമായ ഉദാഹരണമായി മാറിയോ ശ്രീ സമ്പത്ത്? ശരത്തെ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് രാജേഷ് ചില കാര്യങ്ങൾ പോസിറ്റീവായി അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. കോൺഗ്രസിൻ്റെ വക്താവായതുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ന്യായീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങളെ മൂടിവയ്ക്കാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാകുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ്. ഞാൻ നമ്മുടെ രാജേഷ് അതിലെ പോസിറ്റീവായിട്ടുള്ള, ഇപ്പോൾ ഇന്ന് മെയ് ദിനമാണ്, നാളെ മെയ് 2-ാം തീയതി 2025 ആണ്ട് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചു മാത്രമല്ല, ഈ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇത് ഒരു ചരിത്ര നിമിഷമാണ്, ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നൊരു ദിവസമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായി, അത്തരത്തിൽ ഒരു അന്തർദേശീയ തുറമുഖമായി നമുക്ക് ലഭിച്ചത് വിഴിഞ്ഞമാണ്. അങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുന്നു. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നാം ഇവിടെ കേരളീയർ അഭിമാനപൂർവ്വം നമ്മൾ നിൽക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. നമുക്ക് മുന്നോട്ട് പോയേ മതിയാവൂ. കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാരിൻ്റെ ഈ പ്രതിജ്ഞാബദ്ധതയോടെയുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വെല്ലുവിളികളെയും എല്ലാ വൈതരണികളെയും അതിജീവിച്ചുകൊണ്ട് ഇതിൻ്റെ കമ്മീഷനിങ്ങിലേക്ക് എത്താനായി നമ്മളെ പ്രാപ്തരാക്കിയത്. ഇനി നാളെ ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള നിരവധി മാസങ്ങളൊന്ന് നോക്കിയേ. ശരത്ത് നേരത്തെ സൂചിപ്പിച്ച 2023 ഉണ്ടല്ലോ, ആ മുഹൂർത്തത്തിൽ അവിടെ അത്തരത്തിൽ വന്നുകൂടിയ 10,000-കണക്കിന് കുടുംബങ്ങളിൽ ഞാനും എൻ്റെ കുടുംബമടക്കമുണ്ട്. നമ്മൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരെല്ലാവരും അവിടെ പങ്കെടുത്ത്, മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത്, ഈ കേരളത്തിന് പുറത്തുനിന്ന് പോലും പലരും അവിടെ കാണാനായി വന്ന ആ ഒരു മുഹൂർത്തം എന്നുള്ളത്, അവിടെ തൊട്ട് ഇങ്ങോട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ, നമ്മൾ ഒരു പക്ഷേ ചിത്രത്തിൽ മാത്രം കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ അത്തരത്തിൽ കൊണ്ടുവന്ന് അവിടെ കൈമാറ്റം ചെയ്തതായിട്ടുള്ള ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ, ഇതെല്ലാം തന്നെ ആ വിഴിഞ്ഞം തുറമുഖം എന്നത് തിരുവനന്തപുരം, എന്നാൽ കേരള സംസ്ഥാനം അതിന് ഇന്ത്യയിൽ, അത് ലോക ഭൂപടത്തിൽ നമ്മൾ സ്ഥാനം പിടിച്ചത് എങ്ങനെയാണ്? ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനകരമായ കാര്യം എന്നുള്ളത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ടുള്ള തൊഴിലാളികളും, ഞാൻ തൊഴിലാളികളിൽ നിന്ന്, കാരണം ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്, ഇന്ന് മാനവരാശി അധ്വാനത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്നതായിട്ടുള്ള മെയ് ദിനമാണ്. ആ തൊഴിലാളികൾ മുതൽ അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള മാനേജ്മെൻറ്റ് വരെയുള്ള ആളുകളെയും, ആദ്യമായി അവിടെ ആ അറബിക്കടലിൽ ആ വിഴിഞ്ഞത്തിൻ്റെ ആഴമളക്കാനും ഒക്കെ പോയ നമ്മുടെ പ്രപിതാമഹന്മാർ ഉൾപ്പെടെയുള്ള, ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല, ആ കാലത്ത് അതിനായി നേതൃത്വം നൽകിയവരും അതുമായി ബന്ധപ്പെട്ട് നിന്നവരും ഒക്കെ, അന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ജനാധിപത്യ പ്രക്രിയയെല്ലാം ഇതുപോലെ ശക്തിപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും. അപ്പോൾ ഇവിടെ ഈ പോർട്ടിൻ്റെ നിർമ്മാണം, ഇതിൻ്റെ പൂർത്തീകരണം നമ്മളെ എല്ലാവരെയും ഇവിടെ ആഹ്ലാദഭരിതരാക്കുന്ന, അഭിമാനപുളകിതരാക്കുന്ന ഒരു സന്ദർഭമാണ്. പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറയുകയുള്ളൂ എന്ന്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, അതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അത്തരം കാര്യം, അസൂയ എന്നുള്ളത് സ്വാഭാവികമാണ് ശരത്തെ. അസൂയക്കൊരു മരുന്നൊന്നും ഇങ്ങനെ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാനല്ല. ഈ പ്രതിപക്ഷ നേതാവിന് അസൂയയും അസ്വസ്ഥതയുമാണെന്നാണോ ഡോക്ടർ സമ്പത്ത് പറയുന്നത്? പ്രതിപക്ഷ നേതാവിന് അസൂയയും എന്താണ്, അദ്ദേഹം തന്നെ
നമ്മൾ ആ പഴയ വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം, ഈ ആദ്യ ചരക്ക് കപ്പൽ വരുമ്പോൾ അന്ന് തുടർഭരണത്തിലൂടെ ഈ സർക്കാർ അതിനെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്ന ഈ സർക്കാരിനെ അഭിനന്ദിക്കുന്നു എന്ന ആ വേദിയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് 2 ദിവസം കഴിയുമ്പോൾ ഒരു കോൺഗ്രസ് വേദിയിൽ പോകുമ്പോൾ ആ പദ്ധതിയെ പരിഹസിക്കുന്നു, മുഖ്യമന്ത്രിയെ പരിഹസിക്കുന്നു, ചുമ്മാ പച്ചക്കൊടിയെടുത്ത് വീശുന്നു, ഞാനവിടെ നിൽക്കേണ്ടി വന്നു, എന്തൊരു ഗതികേടാണ് എന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയുടെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തെ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിലുള്ള പരിപാടിയായിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി തന്നെ വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന ഒരു നില സ്വീകരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലായാലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാൾ ചെയ്യാവുന്ന രീതിയാണോ ഇതൊക്കെ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ? എന്താണ് സമ്പത്ത് പറയുന്നത് താങ്കൾ? ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നൊരു മറുപടി പറഞ്ഞോട്ടെ. രാഷ്ട്രീയമൊന്നുമല്ല, സ്വന്തം അനുഭവത്തിൽ. ഇന്ത്യയുടെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ പങ്കെടുക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ളതിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് അതെല്ലാം പരസ്യപ്പെടുത്തൽ, അങ്ങനെ അത് അവരുടെ ഓഫീസ് സമ്മതിക്കുന്നത് വരെ പരസ്യപ്പെടുത്തലും ബുദ്ധിമുട്ടാണ്. ഞാൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി ഈ ഒരു 10 കൊല്ലക്കാലം ഞാൻ പ്രവർത്തിക്കുന്ന വേളയിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നതായ ഒരു ചടങ്ങ് എൻ്റെ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്. ആ ചടങ്ങ് യഥാർത്ഥത്തിൽ അന്ന് രാഷ്ട്രപതിയുടെ സൗകര്യാർത്ഥം അത് തിരുവനന്തപുരം നഗരത്തിൽ വെച്ച് നടത്തി. എന്നാൽ ഈ ചടങ്ങിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ്. അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ജി കാർത്തികേയനാണ്. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. എൻ്റെ പേര് ആ പരിപാടിയിലില്ല. ആ മണ്ഡലത്തിലെ MP-യുടെ പേര് ആ പരിപാടിയിലില്ല. ഇന്ത്യയുടെ പ്രസിഡന്റ് പങ്കെടുക്കുന്നതായിട്ടുള്ള ചടങ്ങ്. ഞാൻ ഡൽഹിയിലാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ചു, സംസാരിച്ചു, ഉമ്മൻചാണ്ടി സാറിനോട് സംസാരിച്ചു. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, സമ്പത്തെ, ഇത് പ്രസിഡൻറ്റിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്നതനുസരിച്ച് ചെയ്തതാണ് ഇക്കാര്യം, എന്തായാലും ഞങ്ങളിൽ ഇടപെടുകയാണ്, അങ്ങനെ സമ്പത്ത് ഒഴിവാക്കപ്പെടുന്നത് ശരിയല്ല, ഇവിടുത്തെ MP-യാണ്. എന്നെ അത് കഴിഞ്ഞ്, ഇത് രാത്രി നടന്ന സംഭാഷണമാണ്, പിറ്റേന്ന് രാവിലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറഞ്ഞ കാര്യമാണ്, സമ്പത്ത് ആ ചടങ്ങിൽ പങ്കെടുക്കണം, ആ മണ്ഡലത്തിൻ്റെ MP-യാണ്, അവിടെ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, ആ പരിപാടിയിൽ അവിടുത്തെ നോട്ടീസിൽ പ്രോഗ്രാം ഷെഡ്യൂളിൽ പേരില്ലാത്ത എന്നെ ആ ചടങ്ങിൽ പ്രസംഗിക്കാനായി ക്ഷണിക്കുക പോലും ചെയ്തു എന്നുള്ളത്, രാഷ്ട്രപതി തന്നെ അതിന് അനുവദിച്ചു എന്നുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൂടി പറയുകയാണ്, നമ്മളെല്ലാവരും ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ ജനപ്രതിനിധികളാകുമ്പോൾ ജനങ്ങളുടെ അവരുടെ അഭീഷ്ടം, അവരുടെ ആഗ്രഹം, നമ്മൾ ജീവിക്കുന്ന ഈ നാടിൻ്റെ ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കുന്ന ഒരു വേളയിൽ ഇത്തരത്തിൽ ചെറിയ ഏതെങ്കിലും വിധത്തിലുള്ള ഇളമൂപ്പ് തർക്കങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കിറിവുകളോ അല്ല ആവശ്യമായിട്ടുള്ളത്. അത് ഒരു അഭികാമ്യമായ ഒരു പ്രവണതയായി ഞാൻ കാണുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മനസ്സ് മാറട്ടെ, അദ്ദേഹം അതിൽ പങ്കെടുക്കണമെന്നുള്ളത്. അദ്ദേഹം പങ്കെടുക്കണം എന്നു തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തോട് അങ്ങനെ ആവശ്യപ്പെടണം, അഭ്യർത്ഥിക്കണം എന്നത് തന്നെയാണ് എനിക്ക് രാജേഷിനോട്, നമ്മുടെ ഇതിലിപ്പോൾ പാനലിസ്റ്റായി പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്ത് രാജേഷിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിപക്ഷ നേതാവും പങ്കെടുക്കണം എന്നത് തന്നെയാണ്. രാജേഷ്, ഞാൻ ഈ വിഷയം ഉണ്ടായ ഘട്ടത്തിലൊക്കെ വന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് സംസാരിച്ചതടക്കം അത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയമായ ഭിന്നത വർദ്ധിപ്പിക്കും വിധത്തിലായിരുന്നില്ല, അതൊരു അഭ്യർത്ഥന സ്വരത്തിലാണ്. മുഖ്യമന്ത്രിയുടെ അടക്കം ഭാഗത്തു നിന്നത് കണ്ടു. തുറമുഖ മന്ത്രി തന്നെ അക്കാര്യങ്ങൾ വിശദീകരിച്ചു. മാത്രമല്ല, അദ്ദേഹം എന്തിനാണ് കാണാനോ എന്ന നിലയിൽ, കാണാനാണെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് അവിടെ പോകണ്ടേ? പ്രതിപക്ഷ നേതാവ്, നിങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ ഇത്രയും നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പേരൊക്കെ ഓർക്കുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ അവിടെ പോകണ്ടേ? കാണാനാണെങ്കിൽ കാണാൻ, അദ്ദേഹത്തിൻ്റെ പേരതിൽ ഉണ്ട്. എന്നിട്ടും അങ്ങനെ ഒരു നിലപാടും പിടിവാശിയും യഥാർത്ഥത്തിൽ ഒരു നാടിനോട് ചെയ്യുന്ന ഒരു ശരിയല്ലാത്തൊരു സമീപനത്തിൻ്റെതായ രീതി അതിനകത്തില്ലേ? ഞാൻ അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത്, ആദ്യ ചരക്ക് കപ്പൽ വന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസം പാർട്ടി വേദിയിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആളാകെ മാറി, എന്തൊരു ഗതികേടായിപ്പോയി എന്ന നിലയിൽ പറയുകയാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ വരുന്ന മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിഷയങ്ങളിൽ പങ്കാളികളാകുമ്പോൾ ഈ ഒരു ശൈലിയും രീതിയും നേതാക്കൾക്ക് ചേർന്നതാണോ? അല്ല, ഇതിൻ്റെ തറക്കല്ലിടൽ അല്ലെങ്കിൽ അന്നത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് തറക്കല്ലിടൽ ചടങ്ങിനെക്കുറിച്ച് ഒന്ന് ആ വിഷ്വൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അതിലൊക്കെ നമുക്ക് അന്നത്തെ പ്രതിപക്ഷത്തിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ ഉള്ളൂ, പ്രധാനമന്ത്രി ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ പറയട്ടെ, അന്ന് രാജേഷ്, അന്ന് ഡോക്ടർ എ സമ്പത്ത് പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് ഈ പരിപാടിയിൽ അന്ന് തറക്കല്ലിടുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേന്ദ്രമന്ത്രിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഇല്ലായിരുന്നു. ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസ്, രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് ഫൈനൽ വേർഡ് ആകുന്നത്. രാജേഷിന്റെ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ ഡോക്ടർ എ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ അദ്ദേഹത്തെ നേരിട്ട്
ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തോട് അതിനകത്ത് വന്നിട്ടുള്ള പാകപ്പിഴകൾ സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവിടെ സംസ്ഥാന സർക്കാർ തന്നെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് എടുത്തു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതല്ലേ ഗവൺമെൻറ് ചെയ്യേണ്ടത്? പരസ്യമായി മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലേ അദ്ദേഹം പങ്കെടുക്കണം എന്ന് പരസ്യമായി പറയുന്നത്? സമ്പത്ത് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അവരുടെ ഇടയിലെ കോൺവെർസേഷൻ. ആ സംഭാഷണം, അന്നത്തെ സംഭാഷണം ഇപ്പോൾ സമ്പത്ത് പറഞ്ഞതുകൊണ്ടാണ് അറിയുന്നത്. ഇതങ്ങനെയല്ല. ഒരു ആശയക്കുഴപ്പമോ ഒരു അതൃപ്തിയോ പരാതിയോ രൂപപ്പെട്ടപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അത് പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ വ്യക്തത വന്നല്ലോ, അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് എന്ന് പബ്ലിക്കായി പറയുന്നതോടുകൂടി ജനങ്ങളും കേൾക്കില്ലേ? അങ്ങനെ എന്ത് വ്യക്തതയാണ് വന്നത്? ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുവരെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇതിനകത്ത് ക്ഷണിച്ചിട്ടില്ലായിരുന്നു. അതിനുശേഷം അന്ന് മാധ്യമപ്രവർത്തകർ മറുപടി മന്ത്രി പറഞ്ഞല്ലോ, അല്ല സൂചിപ്പിച്ചപ്പോൾ എന്താ മന്ത്രി പറഞ്ഞത്? ഇത് സർക്കാരിന് 4ാം വാർഷിക ആഘോഷമാണ്, ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് അവരെ ഈ പരിപാടി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. രാജേഷ്, ഇതിലെ പ്രശ്നം നിങ്ങൾ 3 ദിവസം മുമ്പ് പറഞ്ഞിടത്ത് നിൽക്കുകയാണ്. അതിനുശേഷം ഈ വിഷയം മുന്നോട്ട് പോയി. ഇതേ മന്ത്രി തന്നെ മാധ്യമപ്രവർത്തകരെ പിന്നീട് കണ്ടു. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ ഫൈനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സമ്പത്ത് പറഞ്ഞതുപോലെ ആ ലിസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ആ ലിസ്റ്റ് വന്നതിനെക്കുറിച്ചും അതിനകത്ത് പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്ന് പറഞ്ഞതുമൊക്കെ പിന്നീട് സംഭവിച്ചു. നിങ്ങൾ സൗകര്യാർത്ഥം അതിലേക്ക് പോകുന്നില്ല. പ്രശ്നം അതല്ല, അദ്ദേഹം വ്യക്തിപരമായി വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ പ്രതിപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ വികസനത്തിൻ്റെ, കേരളത്തിൻ്റെ ഈ മാറ്റത്തിൽ നിങ്ങൾക്കുള്ള താല്പര്യമില്ലായ്മയും അസഹിഷ്ണുതയും, അല്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും മാറി നിൽക്കുന്നതിന് ഇതൊക്കെ ഇടവരുത്തുമെന്ന നിങ്ങളുടെ ആധിയും നിങ്ങളുടെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുന്നുവെന്ന് ആളുകൾ സ്വാഭാവികമായും ചിന്തിക്കും. അതുമാത്രമേ ഉള്ളൂ, അല്ലാതെ അദ്ദേഹം വന്നോ വരാത്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളതല്ല. ഈ തീരുമാനം കൊണ്ട് ആളുകൾ അങ്ങനെ ചിന്തിക്കും എന്ന പ്രശ്നം നിങ്ങളെ അലട്ടുന്നില്ലേ? അല്ല, ഇതിനകത്ത് നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന്റെ രാഷ്ട്രീയം നോക്കൊക്കെ മനസ്സിലാവും, കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ രാഷ്ട്രീയം മാത്രമേ കാണുള്ളൂ, വികസനത്തെ കാണുന്നില്ല രാജേഷ്. അതാണ് പ്രശ്നം. സംസാരിച്ച പോലെ അല്ല രാജേഷ്, നിങ്ങൾ രാഷ്ട്രീയം മാത്രം ഇതിൽ കാണുന്നു, നാടിന്റെ മാറ്റത്തെ കാണുന്നില്ല എന്നുള്ള പ്രശ്നമില്ലേ? അല്ല, രാഷ്ട്രീയമാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ശരത്ത് പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. കാരണം എന്താണ്? ഇതിൻ്റെ പിതൃത്വം ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു വാശിയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാതിരിക്കട്ടെ, അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് അംഗം ശശി തരൂർ പങ്കെടുക്കാതിരുന്നാൽ അത്രയും സന്തോഷം, അവിടുത്തെ വിഴിഞ്ഞത്തെ MLA ശ്രീ M. വിൻസെൻ്റ് പങ്കെടുക്കാതിരുന്നാൽ അത്രയും സന്തോഷം. അപ്പോൾ അവരെ ഇപ്പോൾ കഴിയുമെങ്കിൽ ഇവിടുത്തെ MP, MLA അടക്കമുള്ളവരെയും ഒഴിവാക്കാൻ ഉള്ള മാർഗം നമുക്ക് വളരെ തെറ്റായ ഒരു സ്റ്റാൻഡാണ് രാജേഷ് എടുക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം രാജേഷ് എന്താ പറയുക, നമ്മുടെ മുമ്പിൽ ഫാക്ട്സ് വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ ഡേറ്റിലേക്കും മറ്റും പോകുമ്പോൾ 2-3 ആലോചനാ യോഗങ്ങൾ നടന്നു. MP-യെയും MLA-യും നിരന്തരം വിളിച്ചു. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ വന്ന കാര്യങ്ങളാണ്. അവർ രണ്ടുപേരും പങ്കെടുത്തില്ല, വരുമെന്നറിയിച്ചു. അവരെല്ലാം ഈ പരിപാടിക്കുണ്ട്. പിന്നെ നമ്മളൊരു സാങ്കല്പികമായി അവരെ ഒഴിവാക്കിയാൽ നന്ന് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണ് രാജേഷ് ഉള്ളത്? അല്ല, ഞാൻ ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ തുറമുഖ വകുപ്പ് മന്ത്രിക്ക് അതിനകത്ത് ഓരോ നിലപാടുണ്ടോ? ഒരു മന്ത്രിക്ക്, ഒരു ഗവൺമെൻറ് ഒരു നിലപാടല്ലേ പാടുള്ളൂ. അദ്ദേഹം ഓരോ സമയം ഓരോ നിലപാട് പറയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിക്കുമെന്ന ധാരണയിൽ അദ്ദേഹത്തെ വിളിച്ചില്ല, അദ്ദേഹം പങ്കെടുക്കേണ്ട കാര്യമില്ല. ഇത് വാർത്തയായപ്പോൾ അടുത്തൊരു കത്ത് കൊടുത്തു വിടുന്നു. താങ്കൾക്ക് അദ്ദേഹത്തെ അതിനകത്ത് അതിഥിയായിട്ടല്ല, താങ്കളെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു കത്ത് മാത്രം കൊടുത്തു വിടുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ വളരെ പ്രധാനം. അതായിക്കോട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പ്രതിപക്ഷ നേതാവ് നിങ്ങൾ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്തോ, അതിലൊന്നും ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ഇതിൻ്റെ മുഴുവൻ പിതൃത്വം ഞങ്ങൾക്കാണ് എന്ന് നിങ്ങളങ്ങ് അവകാശപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമാണെന്ന് അവകാശപ്പെട്ടാൽ അതങ്ങ് അംഗീകരിച്ചു തരാൻ പറ്റും. യാഥാർത്ഥ്യമില്ലേ, ചരിത്രമില്ലേ? ഇന്ന് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമല്ലല്ലോ, നിങ്ങൾ എത്രയോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ തുറമുഖ യാഥാർത്ഥ്യമായില്ല? എന്തുകൊണ്ടാണ് കരാറിലേക്ക് പോയില്ല? നിങ്ങൾ ഈ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ തുറമുഖ പദ്ധതി വരാതിരിക്കാൻ വേണ്ടി വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതിനെ തകർക്കാൻ ശ്രമിച്ചത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അന്നത്തെ CPM-ന്റെ നേതാവായ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. തർക്കമുണ്ടോ? ശരി, തർക്കമുണ്ട്. പക്ഷെ ഞാൻ പറയേണ്ടതല്ല, കാരണം നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. 2011 മുതൽ 2016 വരെ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ 2015-ലാണ് ഈ കരാറിലേക്ക് പോകുന്നത്. ശ്രദ്ധിക്കണം, അതിനു മുമ്പുള്ള വർഷങ്ങളിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അതിശക്തമായ സമരത്തിലേക്ക് അന്നത്തെ പ്രതിപക്ഷം പോയത്, മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്? ഇവിടെ തിരുവനന്തപുരത്ത് സമരം തുടർച്ചയായി എത്രയോ മാസങ്ങളോളം നീണ്ട സമരങ്ങൾ സംഘടിപ്പിക്കും. കാരണം ആ സർക്കാർ തുടർന്ന് VS സർക്കാരിന് ശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ തുടർച്ചയിൽ ഇക്കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നില്ല. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കണം എന്ന രാഷ്ട്രീയ സമരം ശക്തമായപ്പോഴാണ് ആ ഭരണത്തിൻ്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി അതിശക്തമായി വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയത്. അങ്ങനെയും ആ പദ്ധതിക്ക് വേണ്ടി സമരം ചെയ്ത ഒരു പ്രതിപക്ഷ കാലം കേരളത്തിലുണ്ടായിരുന്നു എന്നത് ശ്രീ സമ്പത്ത് ഇപ്പോൾ രാജേഷ് പറഞ്ഞ വിധത്തിൽ പ്രതിപക്ഷം എവിടെ സംസാരിക്കുമ്പോഴും പറയുന്നൊരു പ്രശ്നം, അവരെ അലട്ടുന്ന പ്രശ്നം
അവരുടെ പ്രശ്നമാണോ, അതോ നിങ്ങളിൽ ആരോപിക്കുന്ന പോലെ നിങ്ങളും ഈ ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണം എന്ന നിലയിൽ ഓരോ പ്രവൃത്തിയിലും ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതോ പ്രതിപക്ഷത്തിൻ്റെ സംശയം മാത്രമാണോ അത്? ശരത്തെ, ഈ വിഴിഞ്ഞം എന്ന ഈ അന്തർദേശീയ തുറമുഖം അത് സമയബന്ധിതമായി ഒരുപക്ഷെ നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതിനേക്കാൾ വേഗത്തിൽ, അതിനേക്കാൾ മുന്നേ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു നുള്ളു മണ്ണെടുത്ത, അത് ചുമന്ന, ഒരു പാറക്കഷ്ണം പൊട്ടിച്ച, ഒരു കുട്ട സിമൻറ്റ് മണലുമായി ചാലിച്ച, അവിടുത്തെ യന്ത്രസാമഗ്രികൾ പ്രവർത്തിപ്പിച്ച, കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിച്ച, അതിനെല്ലാത്തിനും അതിന് ചുക്കാൻ പിടിച്ച മറ്റ് ഈ മനുഷ്യരുണ്ടല്ലോ, ഈ യന്ത്രങ്ങളും എല്ലാം ഇതെല്ലാം മനുഷ്യരാണ്. ആ മനുഷ്യരെ അഭിനന്ദിക്കുകയാണ് ഈ ലോക തൊഴിലാളി ദിനത്തിൽ, ഈ അന്തർദേശീയ തൊഴിലാളി ദിനത്തിൽ അവരെ അഭിനന്ദിക്കുകയാണ്. ക്രെഡിറ്റ് ആർക്കുള്ളതാണ്? ക്രെഡിറ്റ് മനുഷ്യർക്കുള്ളതാണ്. ക്രെഡിറ്റ് ആർക്കുള്ളതാണ്? ക്രെഡിറ്റ് ഈ കൊച്ചു കേരളത്തിനുള്ളതാണ്. ആ ക്രെഡിറ്റ് ആർക്കുള്ളതാണ്? ഇത് നിശ്ചയദാർഢ്യത്തോടു കൂടി ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏത് കപ്പലിനും ഒരു കപ്പിത്താൻ ഉണ്ടാവണം, ഏത് വിമാനത്തിനും ഏത് അത്തരത്തിൽ നമ്മൾ പറയുമല്ലോ, അതിനെ വിമാനത്തിന് അവർ പറയുന്ന ഷിപ്പ് എന്നാണ് പറയുക, അതിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവണം. ഈ കേരളത്തിൽ 9 കൊല്ലക്കാലം ഇത്തരമൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഈ എൻ്റെ ചങ്ങാതി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് പറയുമ്പോൾ UDF-മായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേത്, ഞാനിപ്പോൾ കൂടുതൽ ഈ പഴയ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ രാജേഷിനെ നുള്ളി നോവിക്കാനൊന്നും ഞാൻ പരിശ്രമിക്കുന്നതേയില്ല. ഞങ്ങൾ രണ്ടുപേരും തൊഴിൽ കൊണ്ട് അഭിഭാഷകരുമാണ്. 2010 ഓഗസ്റ്റ് മാസത്തിൽ ഈ തുറമുഖത്തിൻ്റെ അന്ന് ഈ അദാനി കടന്നു വന്നിട്ടില്ല. സർക്കാരിന് കൂടുതൽ അത്തരത്തിൽ അതിന് നിയന്ത്രണം, അതിൻ്റെ ഭരണാധികാരം, അതിൻ്റെ വരുമാനം, അങ്ങനെ ഇതൊരു പൊതുമേഖലയിലെ തുറമുഖം എന്നുള്ള നിലയിലാണ് അന്നത്തെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ് VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തീരുമാനിച്ചതും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓർമ്മയില്ലേ ആ പഴയ ചിത്രം രാജേഷേ? ഇന്നത്തെ UDF-നോടൊപ്പം നിൽക്കുന്ന അന്നത്തെ ജലവിഭവ മന്ത്രി ശ്രീ NK പ്രേമചന്ദ്രനടക്കം പങ്കെടുത്തത്. ഇനി വേറൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെത് ഈ കരാറ്, മറ്റു കാര്യങ്ങൾ, ഇത് ശരിയാണ്. ഇപ്പോൾ CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഞാനിപ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറയാം. ഇവിടെ ഈ അദാനി പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വരികയാണ്. അദാനിയെ ഒഴിവാക്കണം എന്ന് രാജേഷിനല്ല പ്രതിപക്ഷ നേതാവിന് അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നേതാക്കൾ ചെയ്തതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇക്കാര്യത്തിൽ ശ്രീമതി സോണിയാഗാന്ധിക്ക്, രാഹുൽ ഗാന്ധിക്കെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കരാറിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്. കരാർ മുടക്കാനല്ല, എങ്ങനെ മൂക്ക് മുറിച്ച് ശകുനം മുടക്കാനല്ല. 19,555 കോടി രൂപയാണ് ഇവരെ ഒഴിവാക്കിയാൽ നഷ്ടപരിഹാരമായി നൽകേണ്ടത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൻ്റെ ക്ലോസ് 38.35 ഒന്നെടുക്കണം. അതിൻ്റെ റിയലൈസബിൾ എമൗണ്ട് എന്നുള്ളത് അതിൻ്റെ ഫീയുടെ 30 മടങ്ങാണ് കൊടുക്കേണ്ടി വരുന്നത്. എവിടെ നിന്ന് കൊടുക്കണം ഈ കാര്യത്തെ സംബന്ധിച്ച്? ഇവിടെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതെന്താ കൊണ്ടുവന്നത്? ഈ ചൈനീസ് കൺസോർഷ്യത്തെ സംബന്ധിച്ച ഒരു കാര്യം, ചൈനീസ് കൺസോർഷ്യം വിഴിഞ്ഞത്ത് ചൈനീസ് കമ്പനിയുള്ളൊരു കൺസോർഷ്യം അത്തരത്തിൽ കരാറെടുത്താൽ അത് അപകടം. പക്ഷേ ഇന്ത്യയുടെ മറ്റു പല തീരങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും അത് അപകടമല്ലല്ലോ. ആണോ? ഒഡീഷയിൽ അങ്ങനെ ആയിരുന്നോ? ആന്ധ്രയിൽ അങ്ങനെ ആയിരുന്നോ? ഗുജറാത്തിൽ അങ്ങനെ ആയിരുന്നോ? ആരായിരുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രി? ആരായിരുന്നു? അതൊക്കെ ചില രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. ഇപ്പോൾ ഇത് പൂർത്തീകരിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന് നമുക്ക് വരുന്ന വർഷങ്ങൾ, ഒരു 4-5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വരുമാനം, ഇന്ത്യ ഗവൺമെൻറ് വരുമാനം, നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, നമ്മളെല്ലാവരും ചേർന്ന് ഇക്കാര്യത്തിൽ അഭിമാനപൂർവ്വം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഐക്യമാണ് പ്രധാനം. ഓക്കെ, ഞാൻ ശ്രീ ജോർജ് ജോസഫ് കൂടി നമ്മൾക്കൊപ്പം ഈ ചർച്ചയിലേക്ക് എത്തുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, യഥാർത്ഥത്തിൽ ഈ നിർമ്മാണം തുടങ്ങുന്നത് 2016-ലാണ്. 2025 ആകുമ്പോഴേക്ക് കമ്മീഷനിങ് നടക്കുകയാണ്. ഇനി വരുന്ന ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി അതൊരു പൂർണ്ണമായ തോതിലേക്ക് 2028 പൂർണ്ണമായും മാറുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിർമ്മാണ കാലയളവ് നോക്കിയാൽ 2 സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, വലിയ പ്രകൃതി ദുരന്തങ്ങളുടേതായ സാഹചര്യം, ഓഖിയിൽ തുടങ്ങുന്ന ആ ഒരു കാലം. മറുഭാഗത്ത് മനുഷ്യനിർമ്മിതമായ ദുരന്ത സമാനമായ എതിർപ്പുകൾ, ആ പ്രദേശത്തുണ്ടായ അപകടകരമായ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഓർമ്മയില്ലേ? അതിനെ പിൻപറ്റി കേരളത്തിൽ പ്രതിപക്ഷം എടുത്തൊരു രാഷ്ട്രീയ നിലപാടുണ്ട്. ഈ പദ്ധതി തന്നെ നിർത്തിവെക്കണമെന്ന പൊളിറ്റിക്കൽ ഡിമാൻഡ് എടുത്തുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയ കാലം. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു കാലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനം
അതിനെയൊക്കെ നേരിട്ടും അതിജീവിച്ചും ഇത് പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളം എന്ന സ്റ്റേറ്റിന് വലിയ തോതിലുള്ളൊരു മികവ് രാജ്യമാകെ നേടുകയാണോ? കാരണം വൻകിട പദ്ധതികൾ നമ്മൾക്ക് പൂർത്തീകരിക്കാം, ഏത് എതിർപ്പുണ്ടായാലും അതിനെ ശരിയാം വിധം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു ശേഷി കേരളം കൈവരിച്ചിരിക്കുന്നു. അതാണോ വിഴിഞ്ഞത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത? അല്ല, ശരത്ത് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രോജക്റ്റ് നമ്മുടെ കേരളത്തിൽ പൊതുവെ മുൻകാലങ്ങളിലുള്ളൊരു ധാരണ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാവുകയില്ല, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായി ഉയർന്നു വരുന്ന എതിർപ്പുകളും ഒക്കെ വെച്ചിട്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് വലിയ തോതിലുള്ള എതിർപ്പുകൾ വരുന്നൊരു സാഹചര്യം കേരളത്തിൽ. അങ്ങനെ പദ്ധതികൾ മുടക്കിക്കളയാം എന്ന് പറയുന്ന ഒരു രീതിയും സാധ്യതയും അതൊരു വലിയ ഫോർമുലയായിരുന്നു കേരളത്തിൽ. അതെ, അത് മുടക്കിക്കളയാം. അങ്ങനെ മുടക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ആ രീതിയിൽ ഒരു ഇളക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നെഗറ്റീവായ രീതിയിലേക്ക് തിരിക്കാൻ കഴിയും എന്നുള്ളൊരു പലപ്പോഴും ആ രീതിയിലുള്ളൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഒരുമിച്ച് നിൽക്കുക, ഇത്തരം വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്ന ഒരു സമീപനം പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറവായി കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനം എടുക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സാമ്പത്തികമായൊരു വികസനം, സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് വിരുദ്ധമായി തന്നെ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ആ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം കേരളത്തിൽ സാധ്യമാവുകയില്ല എന്ന് പറയുന്ന പദ്ധതികൾ സാധ്യമാക്കാൻ കഴിയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം. അതോടൊപ്പം തന്നെയാണ് നമുക്ക് നാഷണൽ ഹൈവേ വികസനവും അതുപോലെ തന്നെയുള്ള ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും അതുപോലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം തന്നെ ആ രീതിയിലുള്ള കാര്യം. അപ്പം നടപ്പാവുകയില്ല എന്ന ഒരു മുൻധാരണയോടുകൂടി വീക്ഷിക്കുന്ന കേരളത്തിന് വ്യത്യസ്തമായൊരു അനുഭവം പ്രദാനം ചെയ്യാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിരിക്കും. എന്തുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ ശക്തമായ രാഷ്ട്രീയ എതിർപ്പുകൾ, മാധ്യമങ്ങൾ മോശമായിരുന്നു, ആ രാഷ്ട്രീയ എതിർപ്പുകളും ആ രാഷ്ട്രീയ വിവാദത്തിനും ഒപ്പം നിന്ന് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന ഒരു പൊതു ട്രെൻഡിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷ മാധ്യമങ്ങളും പോയ കാലം കൂടിയായിരുന്നില്ലേ? ആ പ്രതിപക്ഷ നീക്കത്തിന് വലിയ ഊർജം പകരുന്ന വിധത്തിലേക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ പദ്ധതിക്ക് അവധാനതയോടെ ശ്രദ്ധയോടെ എടുക്കേണ്ട മാധ്യമ നിലപാടുകൾ രൂപപ്പെടുത്താൻ അക്കാലത്ത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? വിവാദത്തിലേക്ക് കൂടുതൽ അഭിരമിക്കുകയും ആ പദ്ധതി നിർത്തിവെക്കുന്നെങ്കിൽ നിർത്തിവെക്കട്ടെ എന്നൊരു നില മാധ്യമങ്ങളും സ്വീകരിച്ചില്ലേ? ഒരുപക്ഷെ ഭാവി കാലത്ത് പലതും വിലയിരുത്തുമ്പോൾ ഇതെല്ലാം പരിശോധിക്കുന്ന ഓരോ കാലവും ഓരോ ഘട്ടവും നമ്മുടെയൊക്കെ മുമ്പിൽ വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ആ കാലം എന്നുള്ളത്, അതിനെ അതിജീവിച്ച കേരളം എന്നുള്ളത് വളരെ സുപ്രധാനമായി താങ്കൾ പറഞ്ഞു വന്നത് അതാണെന്നും തോന്നുന്നു. ഞാൻ അവിടെയാണൊന്ന് ഇടപെട്ടത്. ശരത്ത് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷമോ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഞാനൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ ഈ സിൽവർ ലൈൻ പദ്ധതി, കേരയിൽ പദ്ധതി എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് വന്ന എതിർപ്പുകൾക്ക് എല്ലാ രീതിയിലും ചൂട്ടുപിടിച്ചുകൊണ്ട് എരിയുന്ന തീയിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ എണ്ണ ഇട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആളുകളുടെ ബൈറ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അത് എങ്ങനെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ ഇത് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുമ്പോൾ, ഗുജറാത്തില് ഹൈസ്പീഡ് റെയിൽ ആരംഭിക്കുമ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, അതെല്ലാം വലിയ ഒരു നേട്ടം, വളരെ വലിയ ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് 1 മണിക്കൂർ മാത്രം മതി, അത്ര വേഗത്തിൽ വരുന്നു, അതിവേഗത്തിലുള്ള വികസനം. അവിടെയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആളുകളെ ഒഴിപ്പിക്കലും കെട്ടിടങ്ങൾ പൊളിക്കലും സ്ഥലം ഏറ്റെടുക്കലും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കേരളത്തിന് പുറത്താവും. അപ്പൊ ഇത്രയധികം ഒരു നിഷേധാത്മക സമീപനം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളിത് ചർച്ച ചെയ്ത വിഷയമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നിഷേധാത്മക സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പുരോഗമനവും ഒരു കാര്യവും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന വാശി പിടിക്കുന്ന ഒരു സമീപനം പലപ്പോഴും മാധ്യമങ്ങൾ പുലർത്തുന്നത് കാണാം. അപ്പൊ ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ സംസാരിച്ച് മനസ്സിലാക്കിക്കാൻ, അത് കൃത്യമായ ഒരു ഏതോ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട്, അത് കേരളത്തിന്റെ
കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തുരങ്കം വെക്കുക എന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ആർക്കോ വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിൽ ആരുടെയോ ഇംഗിതത്തിന് താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഇളകി ആടുന്നത് പോലെ ഒരു ചെറിയ നെഗറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പർവ്വതീകരിച്ച് കാണിക്കുന്നതിനുള്ളൊരു വല്ലാത്ത ഒരു പ്രവണത, നിഷേധാത്മക സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടോ വന്നിരിക്കുന്നു. ഇത് ഈ മാധ്യമ പ്രവർത്തകർ തന്നെ ആലോചിക്കുക. ഇപ്പോ കേരയിൽ വരുന്നു, കേരയിൽ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയിട്ടൊരു കാര്യം റിപ്പോർട്ട് ചെയ്ത് അന്ന് തന്നെ മടങ്ങിയെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു മേഖല മാധ്യമ പ്രവർത്തന മേഖല തന്നെയാണ്. പക്ഷെ ഒരു തരത്തിലും അത് സമ്മതിക്കില്ല. അവിടെ ആരുടെയെങ്കിലും ഒരു കണ്ണീര് വീഴുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള കാര്യം എടുത്ത് അങ്ങ് പർവ്വതീകരിച്ച് ഏത് കാര്യമാണെങ്കിലും മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ പേരുടെ സെന്റിമെന്റൽ ഇഷ്യൂ എടുക്കുക. പക്ഷേ ഒരു വൈകാരിക തലത്തിലേക്ക് പരിമിതപ്പെടുക, മാധ്യമപ്രവർത്തനം പരിമിതപ്പെടുക, വസ്തുതാന്വേഷണം, ആ വസ്തുതകൾ പങ്കുവെച്ചുകൊണ്ട് അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്ന തനത് മാധ്യമ രീതിയിൽ നിന്ന് പോയതിൻ്റെ ഒരു നിലവാര തകർച്ചയുടെ പ്രശ്നമാണ് താങ്കൾ സൂചിപ്പിച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ അതൊന്നും ചെലവാകാതെ പോയി എന്നതുകൂടി പരിശോധിക്കേണ്ടി വരില്ലേ? ഇതെല്ലാം വലിയ തോതിൽ പരിശ്രമിച്ചു. ഇപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് രണ്ടാം വിമോചന സമരം നടത്തേണ്ടി വരും, പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞ് കെ മുരളീധരൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾ തടയും എന്നൊരു നിലപാട് വളരെ പരസ്യമായി എടുത്ത പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മാധ്യമങ്ങൾ അതിനൊപ്പം തന്നെ ഒരു നിലപാട് അതേപടി സ്വീകരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ എന്നിട്ടും എന്തേ പൂർത്തിയായത്? അല്ല, അതാണ് അതിന്റെ ഞാൻ പറഞ്ഞ ശരത്ത് സൂചിപ്പിച്ച ആ ഒരു ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഇച്ഛാശക്തി പ്രകടമായിട്ട് ഉയർന്നു വന്നതും അത് ശക്തമായ രീതിയിൽ ഉണ്ടായതും തന്നെയാണ് ഇത് നടപ്പാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മൾ ആദ്യഘട്ടത്തിൽ ഇപ്പോ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ഉണ്ടായിരുന്നു. പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടിൽ നമ്മൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പെൺകുട്ടി ഒരു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന പെൺകുട്ടി തദ്ദേശവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി വരുന്നതുകൊണ്ട് കുറെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ ജീവനോപാധികൾ പോകും എന്നുള്ളൊരു വലിയ വിമർശനം ഉയർത്തിയപ്പോൾ തന്നെ ഇതുണ്ടാക്കുന്ന ഒരു തൊഴിൽ സാധ്യതയെക്കുറിച്ച് മാധ്യമങ്ങൾ കാണാതെ പോവുകയാണ്. അതാണ് ഭയാനകമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല. 2028 ആവുമ്പോഴേക്കും 5 മദർഷിപ്പുകൾ എടുക്കുന്ന ഒരു ബർത്ത് ഇത് രൂപപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികസന പരിപ്രേക്ഷ്യം നമ്മളൊന്ന് ആലോചിക്കുക. അതുണ്ടാക്കുന്ന നേരിട്ടും അല്ലാതെ ഉണ്ടാക്കുന്ന തൊഴിൽ സാധ്യതകൾ ആലോചിക്കുക. നമ്മളിപ്പോ ഈ അതിർത്തിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പാകിസ്ഥാനെ അടിക്കണം, പാകിസ്ഥാനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, പൊടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കാഷ്വാലിറ്റി ഇരുഭാഗത്തും ഉണ്ടാവും. ഒരു കൂട്ടർക്ക് മാത്രമല്ല. അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പാടില്ല എന്ന ഒരു വാശി പിടിക്കാൻ കഴിയില്ല എന്നത് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വരുമ്പോൾ ഒരു വിഭാഗം ആളുകളെ അത് അഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണേണ്ടത് വികസനത്തിന്റെ ലാർജർ ആംഗിളിലൂടെയാണ് നമ്മൾ കാണേണ്ടത്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും വികസനം കൊണ്ടുവരുന്ന, എല്ലാവർക്കും അതിനകത്തൊരു പങ്ക് വഹിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ് അത് മാറുന്നത്. ആ ഒരു പരിപ്രേക്ഷ്യത്തെ, ആ വികസനത്തിന്റെ കുതിപ്പിനെ, കേരളത്തിന്റെ മൊത്തത്തിലുള്ള വരുമാനത്തിലുള്ള വളർച്ച, കേരളത്തിന്റെ GDP-യിൽ ഉണ്ടാവുന്ന മാറ്റം, കേരളത്തിന്റെ നികുതി വരുമാനത്തിലുണ്ടാവുന്ന മാറ്റം, തൊഴിൽ സാധ്യതകളിൽ ഉണ്ടാവുന്ന മാറ്റം, ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം മാധ്യമങ്ങൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ. ആ നിഷേധാത്മക സമീപനം എല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങൾ തുടരുകയാണ്. പക്ഷെ അതിനെ മറികടക്കുന്നതിനും നിശ്ചയദാർഢ്യത്തോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാനും കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു നേട്ടം തന്നെയാണ്. ഞാൻ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ വളരെ ശരിയായ നിലപാടുകൾ, എഡിറ്റോറിയൽ നിലപാടുകൾ എടുത്തുകൊണ്ട് തന്നെ അതിൽ ജനങ്ങളെ അടക്കം, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തെ അടക്കം സ്വാധീനിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയും. നിങ്ങൾ ഈ നിലയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം, പദ്ധതി നിർത്തിവെക്കണം എന്ന നില സ്വീകരിച്ചൊരു പ്രതിപക്ഷം നിൽക്കരുത്. അതേസമയം പ്രശ്നങ്ങളും ജനങ്ങളുടെ ആശങ്കകളും പരിഹരിക്കണം. സർക്കാർ എന്ന് പറഞ്ഞതാണ്, അതിന് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു. അത് അവർക്കും സ്വീകാര്യമായി. ഒടുവിൽ ഈ പദ്ധതി നിർത്തിവെക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾ തടയുമെന്ന് പറയുന്ന പ്രതിപക്ഷം ആരായി?
യഥാർത്ഥത്തിൽ പൂർണ്ണമായും അവരാണ് പരാജയപ്പെട്ടു പോയത്. അവിടെയൊക്കെ മാധ്യമങ്ങൾക്കൊരു വലിയ റോള് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ അത് ഉണ്ടായില്ല. അന്ന് ആ സമയത്ത് ടൈം റേറ്റിംഗ് അല്ലെങ്കിൽ TRP റേറ്റിങ്ങിന് വേണ്ടി, ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ച് ആ വിഷയത്തെ അങ്ങനെ ആളിക്കത്തിക്കാൻ മാത്രം ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പിൽ കീഴടങ്ങിയില്ല നാട്ടിലെ സർക്കാർ സംവിധാനം, വിശേഷിച്ച് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ജോർജ് ജോസഫ് അവിടെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ നോക്കിയാൽ വിഴിഞ്ഞം വികസനത്തിൻ്റെ പുതിയ വിഹായസിലേക്ക് പാറിപ്പറക്കുന്നത് മാധ്യമങ്ങൾ അത്രമേൽ വർണ്ണശബളിമയോടെ കൊടുക്കുന്നുമുണ്ട് കേട്ടോ. കാരണം എല്ലാം പൂർത്തിയാകുമ്പോൾ വളരെ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന ആളെ വിഴിഞ്ഞത്ത് ആളുകളോട്. പക്ഷേ ഹാപ്പി അല്ല, അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. ഞാൻ അതെ 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 അതാണ് അതിനകത്ത് ഒരു പദ്ധതി അതാണ് ഒരു കാര്യം, ഒരു കാര്യത്തിന്റെ നെഗറ്റീവ് വശത്തിലേക്ക് പോകുമ്പോൾ തന്നെ അതിനെ മറികടന്ന് അത് വിജയിക്കുമ്പോൾ അതിന്റെ ആഘോഷത്തിൽ മറ്റതെല്ലാം മറന്നുകൊണ്ട് നേരത്തെ വൈകാരികതയൊക്കെ ഉയർത്തിപ്പിടിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി രാവിലെ മാധ്യമപ്രവർത്തകർ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നട്ടെല്ലുണ്ടോ? നിങ്ങൾ ഒക്കെ മുൻപ് കൊടുത്ത ഈ നേതാക്കളുടെയൊക്കെ അഭിപ്രായങ്ങൾ വീണ്ടും ഇന്ന് കാണിക്കാൻ നട്ടെല്ലുണ്ടോ എന്ന് പ്രതിപക്ഷത്തോടല്ല ചോദിച്ചത്. അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളോടാണ്, മുഖ്യധാര മാധ്യമങ്ങളോടാണ് ചോദിച്ചത്. ആ കാലത്തെ വളരെ സുപ്രധാനമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, രാഷ്ട്രീയ നിലപാടുകളാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത്. ഞാൻ RV രാജേഷിലേക്കാണ് വരുന്നത്. രാജേഷ്, ഈ പദ്ധതിയിലേക്ക് ഇത് കേരളത്തെ എത്തിക്കുന്നതിലുള്ള ഉമ്മൻചാണ്ടിയിലൂടെയുള്ള നിങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തത്തെ ആവേശപൂർവ്വം അവതരിപ്പിക്കുന്ന അതേ കോൺഗ്രസ്സാണ് 16 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വീണ് കിട്ടിയാൽ അതിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി എങ്ങനെയെങ്കിലും ഈ പദ്ധതി ഒന്ന് നിർത്തിവെപ്പിക്കാൻ കഴിയുമോ എന്ന മനസ്സിനുടമയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്ന് നിങ്ങൾ പകലുപോലെ വെളിപ്പെട്ട ഒരു കാലമായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും രാജേഷ്, അതിൻ്റെ തുടർച്ചയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നും ഇപ്പോഴും എടുക്കുന്ന നിലപാട്. രണ്ടാം വിമോചന സമരം, അതുപോലെ ഈ പദ്ധതി നിർത്തിവെക്കണം എന്ന് ശക്തമായി ഡിമാൻഡ് ചെയ്തു. സമരം ചെയ്തവർ പോലും സർക്കാർ പറഞ്ഞത് കേട്ട് പ്രശ്നങ്ങൾ പഠിച്ച് പരിശോധിച്ച് പരിഹാരം ഉണ്ടാകുന്നതിനൊപ്പം നിന്നപ്പോഴും നിങ്ങൾക്കിതെങ്ങനെങ്കിലും നിർത്തിവെക്കണം എന്ന ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് വഴങ്ങിയില്ല എന്നുള്ളിടത്താണ് ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം നിൽക്കുന്നത്. അവിടെയാണ് ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരാതെ പോവുകയും ചെയ്യുക. RV രാജേഷ്, ഇവിടെ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞല്ലോ, മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ഏതെങ്കിലും മാധ്യമ പ്രവർത്തനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചുള്ളത്. അത് ശരിയാണ്. ഞാനും ചിലപ്പോൾ ആ കാര്യത്തിൽ ശരിവയ്ക്കുകയാണ്. കാരണം അതിലേറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് ദേശാഭിമാനിയാണ്. കടൽ കൊള്ള എന്നുള്ള ഒരു വലിയ ക്യാപ്ഷനോടുകൂടി ഫ്രണ്ട് പേജിൽ ഉമ്മൻചാണ്ടിയുടെയും അദാനിയുടെയും ചിത്രം കൊടുത്ത് 5000 കോടി രൂപയുടെ അഴിമതി വിഴിഞ്ഞം തുറമുഖത്തിൽ നടക്കുന്നു എന്നുള്ള രീതിയിൽ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഏക മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് നിന്നല്ലേ തർക്കിച്ചത്? കരാറിലെ വ്യവസ്ഥകൾ, കരാറിലല്ല, വിഴിഞ്ഞം തുറമുഖം വരരുതെന്നല്ല, അതിനുവേണ്ടി രൂപപ്പെടുത്തിയ ആ വ്യവസ്ഥകളിൽ എന്ത് തെറ്റ്? ആ വ്യവസ്ഥകൾ തെറ്റാണ്. അതുകൊണ്ട് ആ വ്യവസ്ഥകൾ മാറ്റാൻ CNTG-യുടെ പരാമർശം ഉണ്ടായി എന്ന് പറയുന്നു. എന്താണ്? പദ്ധതി നടപ്പായില്ലെങ്കിൽ നഷ്ടപരിഹാരം കൂടി. രാജേഷ് പന്തിങ്ങനെ ഉരുട്ടി സമ്പത്തിന്റെ കാലിൽ വെച്ചു കൊടുക്കുകയാണ് ഗോളടിക്കാൻ. നടപ്പായില്ലെങ്കിൽ ഇത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ള ആക്ഷേപങ്ങൾ. സമ്പത്ത്, താങ്കൾ നേരത്തെ പറഞ്ഞ രാജേഷ് മനസ്സിലായിട്ടില്ല. എന്റെ അവസരം ഞാനത് പറഞ്ഞു തീരട്ടെ രാജേഷ് തീർക്കും. ഇതിനകത്ത് പറഞ്ഞല്ലോ, ഈ കരാർ മുമ്പോട്ട് കൊണ്ടുപോയി ഈ കരാറിൽ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതിനെ തകർക്കാൻ ശ്രമിച്ച മാധ്യമ സ്ഥാപനത്തിന്റെ പേര് ദേശാഭിമാനിയാണ്. അത് CPM-ന്റെ മുഖപത്രമാണ്. അതിനുശേഷം ഇവിടെ ചില കാര്യങ്ങളുണ്ടായി. എന്താണ്? അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഇപ്പോൾ ഒരാളിന് തൊഴിൽ ലഭിച്ചു, നല്ല കാര്യം. അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് അവിടെ തൊഴിൽ ലഭിക്കുന്നുണ്ട്, അതിനെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. 5000 കോടി രൂപയുടെ മത്സ്യവിഭവങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കുന്ന മേഖല മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ജീവിതം മുഴുവൻ തകർത്തുകൊണ്ട് ഒരു പദ്ധതി മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് അന്നും ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ, തറക്കല്ലിട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ കരാർ ഒപ്പുവെച്ചപ്പോൾ അപ്പോഴൊരു ചോദ്യം രാജേഷിനോടാണ്. കരാർ വന്നു, കരാറിലെ വ്യവസ്ഥകളോട് വിയോജിപ്പുണ്ട്, അത് കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ പൊതുവായ നേട്ടത്തിന് സഹായകരമല്ല എന്ന അഭിപ്രായം സ്വാഭാവികമായും രൂപപ്പെടാം. അത് വന്നു, അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷേ ആ എതിർത്ത കാലത്തും ഈ തുറമുഖം പാടില്ല, ഈ നിർമ്മാണം പാടില്ല എന്നൊരു നില സ്വീകരിച്ചോ? അത് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തണം എന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? പകരം നിങ്ങളോ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞ് ഈ പുലിമുട്ടടക്കം നിർമ്മിക്കുന്നു, 63% സംസ്ഥാനത്തിൻ്റെ പണം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു സാഹചര്യം വീണ് കിട്ടിയാൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണ്? നിർമ്മാണം നിർത്തിവെക്കണം എന്നല്ലേ പറഞ്ഞത്? നിർമ്മാണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് ഈ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത കൂട്ടർ എന്ന് പറയുന്നത്
കോൺഗ്രസ് നയിക്കുന്ന UDF ആണ്, വിശേഷിച്ച് കോൺഗ്രസ് നേതാക്കളാണ്. അല്ല, തെറ്റാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു നിലപാട് കേരളത്തിലെ ഈ കരാറിൽ ആരംഭം മുതൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് 474 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് അടക്കം ഈ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് 1 രൂപ കൊടുത്തിട്ടുണ്ടോ? ആ നഷ്ടപരിഹാരം ഇവിടെ നഷ്ടം വന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഈ 474 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് നടപ്പാക്കിയിട്ടുണ്ടോ? അവർക്ക് ജീവനോപാധിയും എല്ലാം നഷ്ടപ്പെടുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ സമരരംഗത്തിറങ്ങി. സ്വാഭാവികമാണ്, ആ സമരം ന്യായമാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം അവർക്ക് അവരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. 474 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് നടപ്പാക്കണമെന്നുള്ള അവർ പറഞ്ഞത് ഈ തുറമുഖമേ വേണ്ട എന്നുള്ളതല്ല. നിങ്ങളാണ് പറഞ്ഞത്. രാജേഷ്, അവര് പറഞ്ഞിട്ടില്ല. രാജേഷ് സമ്മതിച്ചല്ലോ, അവര് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കെ മുരളീധരൻ, പറഞ്ഞത് കെ സുധാകരൻ, പറഞ്ഞത് കോൺഗ്രസ്. രണ്ടാം വിമോചന സമരം അതിലൂടെ സ്വപ്നം കണ്ടതോ ആഗ്രഹിച്ചതോ നിങ്ങൾ. നാട്ടുകാരും പറയും. അല്ല, ആ കാര്യങ്ങളൊക്കെ പലതും ഇങ്ങനെ പറയും. അതിനൊക്കെ കെ സുധാകരൻ സംസാരിച്ചാണ് തുടക്കത്തിൽ കാണിച്ചത്. വേറെ ആരും പറഞ്ഞതല്ല. കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതായി കാണിച്ചത്. സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ സമരം നിങ്ങളെ അലോരസപ്പെടുത്തും. അല്ല, ഞാൻ പറഞ്ഞതല്ല. അവരുടെ സമരത്തെ സർക്കാർ കൈകാര്യം ചെയ്തു, സർക്കാർ അത് പരിഹരിച്ചു. തുറമുഖം യാഥാർത്ഥ്യമാകണം. രണ്ടാണ് രാജേഷ്, രണ്ടാണ്. മത്സ്യത്തൊഴിലാളികളും അവിടുത്തെ രൂപതയും മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ സർക്കാർ പരിഹരിച്ച് അത് മുന്നോട്ട് പോയി. പകരം അതിൽ നിന്ന് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിലപാടെടുത്ത നിങ്ങളല്ലേ അപഹാസ്യരായത്. താങ്കളുടെ ഊഴം അവിടെ ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് ഒന്ന് രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഈ വിഷയം തർക്കിച്ച വിഷയങ്ങൾ തീർക്കാം. എട്ടുകാലി മമ്മൂഞ്ഞിനെ തുമ്മിക്കല്ലേ? നിങ്ങൾ ഈ പിതൃത്വം മാത്രം അവകാശപ്പെട്ട കാര്യമുണ്ടോ? ലഭിക്കേണ്ടവർക്ക് നഷ്ടപരിഹാരവും അത് ഈ പദ്ധതിയുടെ രാജേഷ് വല്ലാതെ ഈ കാര്യത്തിൽ വിക്ഷുബ്ധനാവുന്നത് ഇല്ലല്ല. രാജേഷ് വല്ലാതെ വിക്ഷുബ്ധനാകുന്നു എന്നുള്ളത് ശരി. രാജേഷ്, ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണത്തിനേ നിൽക്കുകയല്ല. ചില കാര്യങ്ങൾ, വസ്തുതകൾ മാത്രം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. LDF ഗവൺമെൻറ് 2010 ആണ്ടിൽ ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചുള്ളതിന് എങ്ങനെയാണ് നിലപാടെടുത്തത്? LDFിൻ്റെ നിലപാട് അതിന് മുമ്പ് തന്നെ, അതിനെ തുടർന്നാണല്ലോ ഗവൺമെൻറ് നിലപാടെടുക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലായിരിക്കണം വിഴിഞ്ഞം തുറമുഖം. ലാൻഡ് ലോഡ് മോഡൽ എന്ന് വെച്ചാൽ അതിന്റെ ഉടമസ്ഥാവകാശം കേരള സംസ്ഥാന സർക്കാരിന് തന്നെയായിരിക്കും. തുറമുഖം ഓപ്പറേഷൻ മാത്രം, നടത്തിപ്പ് മാത്രം ഈ പറയുന്ന സ്വകാര്യ പങ്കാളിക്ക് ഉണ്ടാവും. ശരി, ഇത് കഴിഞ്ഞിട്ട് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയേണ്ട ഒരു മറുപടി ഉണ്ട്. 2013 ജനുവരി 18 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി നമ്മുടെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷന് മൊണ്ടേക് സിംഗ് അലുവാലിയക്ക് ഒരു കത്തെഴുതി. ആ കത്ത് ഇങ്ങനൊരു നയമാറ്റം ഉണ്ടായത് KPCCയുടെ രാഷ്ട്രീയ കാര്യ സമിതി ചർച്ച ചെയ്തിട്ടാണോ അതല്ല ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണോ? അങ്ങനെ ഒരു നയമാറ്റം ഉണ്ടായതിനു ശേഷം ഈ പറയുന്നതായിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിന് ഇപ്പോൾ KPCCയുടെ അന്ന് വൈസ് പ്രസിഡന്റാണ് ശ്രീ VD സതീശൻ, അദ്ദേഹം തന്നെ ഇതിനെ എതിർത്തിരുന്നതാണ്. ഇനി ഇക്കാര്യത്തെ സംബന്ധിച്ച് ഇതിനെ കടൽക്കൊള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്, ഒരു PPP മോഡലിൽ 30 കൊല്ലത്തേക്കാണ് കരാറ്. ഇവിടെ വിഴിഞ്ഞത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അത് 40 കൊല്ലത്തേക്ക് ഇത് മാറുകയാണ്. 40 കൊല്ലത്തേക്ക് മാറുമ്പോൾ എന്താണ്? 40 കൊല്ലത്തേക്ക് മാറിയപ്പോഴത്തേക്ക് ഇവിടെ അദാനിക്ക് കൂടുതൽ പണം, അവർക്ക് ലാഭം കയ്യിലേക്ക് വരികയാണ്. അത് നമ്മുടെ സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിനാണ്. ശരി, അവിടെ സമ്പത്ത് താങ്കളിലേക്ക് വന്ന ചോദ്യം മറ്റൊന്നാണ്. താങ്കളിലേക്ക് വന്ന ചോദ്യം, അങ്ങനെ ഒരു കരാറിലെ വ്യവസ്ഥകളോടുള്ള വിയോജിപ്പൊക്കെ ഉണ്ട്. പക്ഷേ 16-ൽ ഒരു വിശാല താല്പര്യം വെച്ച് ഈ പദ്ധതിയുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ആർബിട്രേഷൻ ക്ലോസിലടക്കം ഭീമമായ തുക നഷ്ടപരിഹാരം കൊടുത്തു മാത്രമേ ഈ കരാറിൽ നിന്ന് സംസ്ഥാനത്തിന് പുറത്തു കടക്കാനാകൂ എന്ന സാഹചര്യം വന്നതുകൊണ്ടുകൂടിയാണോ പ്രായോഗികമായി ഈ കരാറിൽ നിന്ന് തന്നെ മുന്നോട്ട് പോവുക? മാത്രവുമല്ല, ആ കരാറിനെ പിന്നീട് LDF സർക്കാരും അദാനിയും തമ്മിലുള്ള കൂടിയാലോചനകളിലൂടെ അത് റീഷേപ്പ് ചെയ്തിട്ടുണ്ട്, അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അത് പരിഷ്കരിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കേരളത്തിന് കുറെ കൂടി സഹായകരമോ ആശ്വാസകരമോ ആയി മാറിയിട്ടുമുണ്ടോ? ഒന്ന് ക്യുക്കായി സമ്പത്തിലേക്ക്. അപ്പോൾ ഇത് സ്വാഭാവികമായി അവരുമായി നടത്തുന്ന നെഗോഷിയേഷൻസ്, അത് കാരണം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള തുക എന്നത് നമ്മുടെ ഖജനാവിനതൊരു
അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. വാസ്തവത്തിൽ ഈ കരാർ റദ്ദാക്കിയിരുന്നുവെങ്കിൽ സംഭവിക്കുമായിരുന്നത് എന്താണ്? അന്ന് 19,555 കോടി രൂപ അന്നത്തെ കണക്കിൽ കൊടുക്കണം. ഈ കരാറിൽ തന്നെ ഒരു കാര്യത്തിനെ എതിർത്തത് എന്തുകൊണ്ടാണ്? 10 വർഷം അധികമായി നടത്തിപ്പ് കാരണം 29,217 കോടി രൂപയാണ് അവർക്ക് അധികമായി ലഭിക്കുക. ഇതും CNAG പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ഇതിൽ ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി LDFിൻ്റെ നേതൃത്വത്തിലും CPMൻ്റെ നേതൃത്വത്തിലും നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ട്, ആ സമരങ്ങളുണ്ട്. അത്തരത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തപ്പോൾ മത്സ്യത്തൊഴിലാളികളടക്കം 10,000-കണക്കിന് പേർ പങ്കെടുത്തതിലെ ആദ്യത്തെ കണ്ണി അന്ന് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയനാണ്. ഞാനടക്കം പങ്കെടുത്തതായിട്ടുള്ള മനുഷ്യച്ചങ്ങലയാണ്. ഇത് യാഥാർത്ഥ്യമാക്കണം, ഇത് കേരളത്തിന് കൂടിയേ കഴിയുള്ളൂ എന്നുള്ള നിലയിൽ ഇവിടെ രണ്ടാം വിമോചന സമരം എന്നുള്ള നിലയിൽ ചില കുബുദ്ധികളുടെ തലയിൽ ഉദിച്ച ചില ദുഷ്ടബുദ്ധി ഇവിടെ ഈ പാവപ്പെട്ട ആളുകളെ അവരെ എല്ലാം അങ്ങനെ തള്ളിവിട്ട് അത്തരത്തിൽ അവരെ കൊണ്ട് കലാപമുണ്ടാക്കി കേരളത്തിൽ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ ചുടുചോര കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിമോചന സമര കാഹളവുമായി ചില ആളുകൾ വന്നത്. അത് നേരത്തെ തന്നെ അത് പുകഞ്ഞു പോയി. ശരി, ഞാൻ BJPയുടെ പിന്തുണയോടുകൂടിയാണ് അതിന് നേരിട്ടെന്ന് കൂടി പറയണം. BJP നിങ്ങൾ ഒരുമിച്ചാണല്ലോ സമരം ചെയ്തത്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്ന് ഈ ഉദ്ഘാടനം നടത്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി ആലോചിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ പിതൃത്വം അവകാശപ്പെടും. നന്ദി മോഡി നന്ദി എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ സ്റ്റേറ്റ്മെന്റ് അടിച്ചു കൊടുക്കുമ്പോൾ ആകെ ഉള്ളത് 818 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് മാത്രമാണ് കേന്ദ്രം വരുന്നത്. അതുപോലും തിരിച്ചടയ്ക്കുന്ന വായ്പയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഇവിടെ കേന്ദ്രം ഈ നടപടികൾക്കെതിരെ കേന്ദ്രം മോഡിയുടെ ക്രെഡിറ്റ് എടുത്തു പോകുന്നതിന് CPM ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ ആ ഒരു രാഷ്ട്രീയ വിമർശനത്തിന് ഓർത്തു വെച്ച് മറുപടി കൊടുത്തോളൂ. പക്ഷേ ഞാനത് വികസനത്തിന്റെ കാഴ്ചപ്പാടിലൂടെ രാജേഷ് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ മറുപടി സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. വികസനത്തിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്ര മാത്രമാണ്. അത് വലിയ തോതിലൊരു സംസ്ഥാന പദ്ധതി തന്നെയാണ്. 63% നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫണ്ട് തന്നെയാണ്. രാജേഷ് പറഞ്ഞത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് രാജ്യത്തിൻ്റെ പോർട്ടാണ്. ആ നിലയിൽ ഇത് വളരേണ്ടതുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമായി രാജ്യത്തിൻ്റെ മദർ പോർട്ടായി അത് നിൽക്കുമ്പോൾ ഒരു വികസന പ്രക്രിയയെ വിശാലമായി കാണാനുള്ള നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായ കാഴ്ചപ്പാട് തന്നെയാണെന്നേ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വന്ന് ഇത് ഉദ്ഘാടനം ചെയ്യണം. പക്ഷേ ഇത് കേരളത്തിൻ്റെ പോർട്ടായി തന്നെ നിൽക്കും. ആ പോർട്ടിനെ ആർക്കും അങ്ങനെ അടിച്ചു കൊണ്ടുപോകാനോ അടിച്ചു മാറ്റാനോ കഴിയില്ല. അതിനുള്ള ആത്മവിശ്വാസം ഈ നാട് ഭരിക്കുന്നവർക്ക് ഉണ്ടായാൽ മതി. ആ ആത്മവിശ്വാസം സർക്കാരിനുണ്ടെന്നേ. ആ സർക്കാരിന് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത്. ലോകം ശ്രദ്ധിക്കട്ടെ വിഴിഞ്ഞത്തെ. അല്ലാതെ പിണങ്ങിയും തിരിഞ്ഞു നിൽക്കുകയല്ല വേണ്ടത്. യെസ്, പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിലെത്തിച്ച് കേരളത്തിന്റെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയാണ്. പിണങ്ങി മാറി നിൽക്കുക. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഈ പദ്ധതിക്ക് മാത്രം ലോണായി അനുവദിച്ചു, ബാക്കിയെല്ലാം ഗ്രാൻഡായി നൽകിയതാണ്. ഇതൊക്കെ എത്രയോ കാലമായി ചർച്ച ചെയ്യുന്ന അനീതിയുടെ വളരെ സ്പഷ്ടമായ ഉദാഹരണമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ പോർട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് നാടിൻ്റെ മികവ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏതെങ്കിലും തരത്തിലൊരു അപാകത താങ്കൾ കാണുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ നിർമ്മാണ കാലത്ത് മുമ്പ് പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപതയിൽ നിന്നൊക്കെ ഉണ്ടായ എതിർപ്പുകളും സമരങ്ങളും അല്ലെങ്കിൽ അത് വളരെ രൂക്ഷമായി മറ്റൊരു തലത്തിൽ പോയതും അതിനെ കോൺഗ്രസ് രാഷ്ട്രീയ സാധ്യതയാക്കി ആയുധമാക്കി മാറ്റാൻ ശ്രമിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ സർക്കാർ ആ നിലയിൽ ആ കാലത്ത് സമീപിച്ച രീതി, കൈകാര്യം ചെയ്ത രീതി, അതിന് പരിഹാരം കണ്ടെത്തിയ രീതി ഇത്തരം വലിയ പദ്ധതികളുടെ തുടർ നടത്തിപ്പിൽ മാതൃകാപരമായി തന്നെ മാറേണ്ടതുകൂടിയാണോ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച്? ശരത്തെ, അതിന് മുമ്പായിട്ട് ശ്രീ രാജേഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അദ്ദേഹം പറഞ്ഞു ദേശാഭിമാനിയാണ് മാധ്യമരംഗത്ത് നിന്ന് ഈ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ തുരങ്കം വെച്ചതെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തി. പക്ഷേ ദേശാഭിമാനി പറഞ്ഞത് എന്താണ്? ദേശാഭിമാനി ഈ കരാറ് ഒപ്പിട്ട് കഴിഞ്ഞു. അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഈ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അതിന് ആ കരാറിനകത്തുള്ള അനോമലികൾ, അതിൽ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അത് ആ രീതിയിലല്ല നടപ്പാക്കേണ്ടത്, പൊതുമേഖലയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം ഈ പോർട്ട് വരേണ്ടത് എന്ന് രാജ്യത്തെ മറ്റു പദ്ധതികളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് LDF ആ എതിർപ്പ് മുന്നോട്ട് വെച്ചത്. അത് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ പ്ലീസ് പറഞ്ഞോട്ടെ.
താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഒരക്ഷരം മിണ്ടാതിരുന്നു, കേട്ടുകൊണ്ടിരുന്നു. പ്ലീസ് എൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള കേൾക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും കാണിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. അതായത് തീർച്ചയായിട്ടും മനസ്സിലായി. അത് അങ്ങനെ ഒരു വാർത്ത കൊടുത്തപ്പോൾ ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പദ്ധതിയിൽ നിന്നും എന്തുകൊണ്ട് പിൻവാങ്ങിയില്ല, അദാനിനെ ഒഴിവാക്കായിരുന്നില്ലേ? അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിലുള്ള നഷ്ടപരിഹാരത്തിൻ്റെ കഥ ശ്രീ എ സമ്പത്ത് ഇവിടെ പറഞ്ഞു. ആ നഷ്ടപരിഹാരം കൂടാതെ പുതിയൊരു കരാർ കണ്ടെത്തി ഈ പദ്ധതി നടപ്പാക്കുന്നതിനുള്ളൊരു ടൈം ലാഗ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദാനി കേസിന് പോവുകയാണെങ്കിൽ ഏത് കാലത്ത് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ കഴിയും? നമുക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരിക്കലും ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്ന സ്ഥിതിയിലേക്ക് ഈ അദാനിയുടെ കരാർ ഉപേക്ഷിക്കുകയാണെങ്കിൽ നടപ്പാക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ ശരത്തെ, ഇതേ സമാനമായ രീതിയിൽ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ ഒരു കരാറുമായി ഉമ്മൻചാണ്ടി സർക്കാർ മുമ്പോട്ട് പോയി. ഭാഗ്യവശാൽ ആ കരാറിൽ ഉമ്മൻചാണ്ടിക്ക് ഒപ്പിടാൻ കഴിഞ്ഞില്ല. അവിടെ 245 ഏക്കർ സ്ഥലം ഫ്രീ ഹോൾഡായിട്ട് ആ ടീകോം എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല കേരളത്തിൻ്റെ സമീപ ജില്ലകളിലൊന്നും IT അധിഷ്ഠിതമായൊരു പദ്ധതി തുടങ്ങില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ട് ഭാഗ്യവശാൽ ആ കരാർ ഒപ്പിട്ടില്ല. ആ കരാർ നിലനിർത്തിക്കൊണ്ട് ഒരു LDF ഗവൺമെൻറ്റിന് പോകാൻ കഴിയുമോ? അതുകൊണ്ട് ഈ അച്യുതാനന്ദ സർക്കാർ വന്നപ്പോൾ ആ കരാർ പൊളിച്ചെഴുതി പുതിയ കരാറുണ്ടാക്കി. ആ ടീകോമും ആ സ്മാർട്ട് സിറ്റി പദ്ധതിയൊക്കെ പോയി, അത് വേറൊരു കാര്യം. പക്ഷേ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ഡീലിന് വഴി തുറക്കുന്ന ഒരു കരാർ ഒപ്പിടാൻ പോയതിനെ എതിർക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ ഈ കേസിൽ സംഭവിച്ചത് അത് തന്നെയാണ്. അപ്പോൾ വലിയ തോതിൽ കൊള്ളയടിക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പൊതുമേഖലയിൽ നിൽക്കേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയെ ആ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് എതിർത്തത്. സംസ്ഥാനത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾ അതെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ, കാരണം ഇപ്പോൾ നമ്മൾ ആലോചിക്കുക അവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഇത്തരം പദ്ധതികൾ വരുന്നവന് മുറയ്ക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എല്ലാ വിഭാഗം ജനങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് വലിയ എതിർപ്പ് ഉയർന്നു വന്നൊരു ഘട്ടത്തിൽ നിന്നും പദ്ധതി ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ പോകുമോ എന്ന ആശങ്ക ഉയർന്ന ഘട്ടത്തിൽ അതിനെല്ലാം തരണം ചെയ്യുന്നതിന് ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഓഖി ദുരന്തം, കോവിഡ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇടയിലുണ്ടായി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വന്നു. ഇതെല്ലാം വന്നിട്ടും ഈ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ, കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയിൽ നിർണായകമായൊരു ചുവടുവയ്പായിട്ടുള്ള വിഴിഞ്ഞം പദ്ധതി സാർത്ഥകമാക്കാൻ, പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെ. അതാണ് രാജേഷ്, അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കാലത്തും ഇച്ഛാശക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അതായത് 5595 കോടി രൂപ മുടക്കി, മുമ്പ് പറഞ്ഞാൽ 63% കേരള വിഹിതം നിലനിർത്തി, ഈ പറഞ്ഞ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് കരിങ്കല്ല് ക്വാറികൾ എല്ലാം അടച്ച പ്രകൃതി ദുരന്തങ്ങളുടെ കാലമൊക്കെ ഉണ്ടായിരുന്നു. കരിങ്കല്ല് കിട്ടാനില്ല, പുലിമുട്ട് നിർമ്മാണം തടസ്സപ്പെടുന്ന പശ്ചാത്തലം വന്നു, അതുപോലെ കോവിഡിൻ്റെ കാലം വന്നു. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും അതിനെല്ലാം ഫേസ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ തറക്കല്ലിട്ട ഒരു പദ്ധതിക്ക്, കരാറായി കഴിഞ്ഞൊരു പദ്ധതിയെ അത് പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ ഒരു വൻകിട വികസന പദ്ധതികളുടെ കാര്യത്തിൽ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയി വിഴിഞ്ഞം മാറി എന്നുള്ളതാണ് അതിലെ ഒരു വളരെ സിഗ്നിഫിക്കൻ്റായ, വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. രാജേഷ്, നമ്മളത് എത്രയൊക്കെ നിഷേധിച്ചാലും അതും പഠന വിഷയമായി ഭാവിയിൽ മാറാൻ പോകുന്ന കാര്യം തന്നെയാണ്. അല്ല, ഇതിനകത്ത് 63% സംസ്ഥാന ഗവൺമെന്റ് 41% വിഹിതമുള്ളത്. അല്ല, തെറ്റ്. കേന്ദ്ര ഗവൺമെന്റ് 24%. അല്ല, കേന്ദ്ര ഗവൺമെന്റ് 24%, അദാനി ഗ്രൂപ്പിന് 34.73%. അല്ല, അതിന്റെ സ്പ്ലിറ്റപ്സ് എന്ന് പറഞ്ഞുതരാം. അല്ല സ്പ്ലിറ്റപ്സ് പറയാം, ഞാൻ കണക്ക് പറയാം. 41% സംസ്ഥാന ഗവൺമെന്റ്, 24% കേന്ദ്ര ഗവൺമെന്റ്, അദാനി ഗ്രൂപ്പിന് 34.73%. കേന്ദ്രത്തിന്റെ VGF ഫണ്ട് ലോണല്ലേ രാജേഷ്? അത് തന്നെ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെന്റ് VGF ഫണ്ട് ലോണാക്കിയാലും കേന്ദ്ര ഗവൺമെന്റ് ഇത് വിഹിതം നിൽക്കുകയല്ലേ? എങ്ങനെയാണ് നമ്മളൊരു ബാങ്കിൽ പോയി ലോൺ എടുത്ത് വീട് വെച്ച് വായ്പ തിരിച്ചടച്ചാൽ ആ വീട് ബാങ്കുകാരന്റെ ആവും? അത് സംസ്ഥാന ഗവൺമെന്റ് റീപേയ്മെന്റ് നടത്തുമ്പോൾ മാത്രമേ ആ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചടക്കണം. ഇത് തന്നെയാണ് രാജേഷ്, പ്രതിപക്ഷത്തിന്റെ ഇതിന്റെ കണക്കുകൾ പോലും തെറ്റാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതിനെ തെറ്റാണത്. നോക്കൂ, 8866.80
0.00 കൃത്യം കണക്കാണ് കോടി ആകെ. അതിൽ 5595 കോടി സ്റ്റേറ്റ് കോൺട്രിബ്യൂഷനാണ്. 63% വരും അങ്ങനെ നോക്കുമ്പോൾ. അദാനി കമ്പനി 2454 കോടി, 28%. അപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് VGF ഫണ്ട് നമുക്ക് വാങ്ങണ്ട എന്നുള്ളടത്താണോ? കേന്ദ്ര ഗവൺമെന്റ് VGF ഫണ്ട് നമുക്ക് കിട്ടൂലേ? സംസ്ഥാന ഗവൺമെന്റ് 2936 കോടി രൂപയാണ് തെറ്റിദ്ധരിപ്പിക്കല്ലേ. യാഥാർത്ഥ്യം 2936.10 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് വിഹിതം, 1758 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് വിഹിതം, അതിൽ 818 കോടി രൂപ VGF ഫണ്ട്. കാപെക്സ് വായ്പയായി 940 കോടി രൂപ. ഇതൊക്കെ സത്യമാണ്, ഈ കരാറിലുള്ള ഭാഗമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് അതിനെ വായ്പയാക്കി മാറ്റിയിരിക്കുന്നു. ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരുന്നുണ്ട്, അതിനെ വായ്പയായി സമ്പത്തിന്റെ കൂടി അഭിപ്രായം. രാജേഷിന്റെ വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് ഈ കണക്കവതരണം താങ്കള് ഏത് നിലയിൽ പറയുന്നു? തെറ്റാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആ കരാറിന്റെ ഭാഗമായി നോക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള ഈ കണക്കുകൾ കൃത്യമായിട്ടുണ്ട്. സർക്കാരിന്റെ ചരിത്ര കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ലേ? തീർച്ചയായുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ അദാനി ഗ്രൂപ്പിന്റെ വിഹിതം 2400. ഇവർ രണ്ടുപേരും ചോദിച്ച് അവസാനിപ്പിക്കാം. രാജേഷ് പറഞ്ഞു നിൽക്കട്ടെ. ഇപ്പൊ അടുത്ത ഘട്ട വികസനം ഈ കണക്ക് മാത്രം രാജേഷ് പറഞ്ഞ കണക്ക് ശരിയാണോ? അല്ല, ഇതിന് പുറമെ വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ടത്തിൽ മൊത്തം ചെലവ് 8867 കോടി രൂപയാണ്. ആ 8867 കോടി രൂപയിൽ 5595 കോടി രൂപ അഥവാ 63% ഈ കേരള സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ഇതിൽ 5595 കോടി രൂപയിൽ 63% നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെതാവുമ്പോൾ അദാനി കമ്പനി 2454 കോടി രൂപ 28% ചെലവഴിക്കുന്നത്. VGF ആയി 817.80 കോടി രൂപ, അതായത് 9% വരിക. ഇവിടെ ഈ പുലിമുട്ട് നിർമ്മിക്കാനുള്ള 1350 കോടി രൂപ പൂർണ്ണമായി സംസ്ഥാന സർക്കാർ ഫണ്ടാണ്. റെയിൽവേ പാതയ്ക്കായി 1482.92 കോടി രൂപയും പൂർണ്ണമായി സംസ്ഥാന ചെലവാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഇത് നൽകേണ്ടത് ഗ്രാൻഡ് ആയിട്ടാണ്. അതിൽ തർക്കമില്ല. ഞാൻ ശ്രീ ജോർജ് ജോസഫ് വളരെ ചുരുക്കി 2 വാക്യത്തിൽ ഈ കണക്കുകൾ, ഈ തർക്കം വന്നതുകൊണ്ടാണ്, താങ്കൾ ഒരു സാമ്പത്തിക മാധ്യമ പ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് നമുക്ക് അതിലങ്ങ് ക്ലോസ് ചെയ്യാം. ഈ കണക്കുകൾ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് VGF ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അവരുടെ ഒരു ഷെയർ ഹോൾഡിംഗ് ആവുന്നത് ഇതിനകത്ത്? ശരത്ത് സൂചിപ്പിച്ചത് തന്നെയാണ് അതിനകത്ത് കാര്യം. മാത്രമല്ല സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 5000 ചില്ലാനും കോടി രൂപ നമ്മളിവിടെ പറഞ്ഞു. 63% കോൺട്രിബ്യൂഷൻ സംസ്ഥാനത്തിന്റെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് തീർച്ചയായിട്ടും വസ്തുതാപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള ശരി. ഏതായാലും വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്, സാമ്പത്തിക മാധ്യമ പ്രവർത്തകൻ, അതുപോലെ തന്നെ ശ്രീ RV രാജേഷ്, ഡോക്ടർ സമ്പത്ത് മുൻ MP ഞങ്ങളോട് സഹകരിച്ചതിന്.